നമുക്ക് ചക്ക ഒന്ന് പൊളിക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു ചക്ക കൊണ്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ മുള്ളു വശം ഒന്ന് ചെത്തി കളയണം. ചക്കയുടെ ഉൾവശം മൊത്തം എടുക്കുന്നുണ്ട്. ഈ വശം നമുക്ക് ചെത്തിയിലൊന്ന് കളയാനുണ്ട്. നമ്മുടെ ചക്ക നേരാക്കി കഴിയാനായിട്ടുണ്ട്. തൊലിയൊക്കെ നന്നായി ചെത്തി കഴിയാനായിട്ടുണ്ട്. നമ്മുടെ ചക്ക നേരാക്കി കഴിഞ്ഞിട്ട് ഏകദേശം ഇതിൻ്റെ ബാക്ക് വശം കൂടി ഒന്ന് മുറിച്ച് കളയാം. നമുക്ക് ചക്ക ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ചക്ക ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ. മധുരം പിടിക്കാൻ പാടില്ല. മധുരം പിടിക്കാനായിട്ട് മുന്നേ വേണം. മധുരം പിടിച്ചു കഴിഞ്ഞാൽ രസം ഉണ്ടാകും. ഇതിൻ്റെ മൂക്കൊന്ന് മുറിച്ച് ചെത്തി കളയണം. ഈ വശം നമുക്ക് ആവശ്യമില്ല കേട്ടോ. ശരിക്കും ഈ വശം ആവശ്യമില്ലാത്തതാണ്. ഇനി നമുക്കിത് ചെറുതാക്കിയിട്ട് മുറിക്കണം. ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് വേണം മുറിക്കാം. ഇതേപോലെ ചെറിയ പീസാക്കണം. ഇതിൻ്റെ കുരു നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കണം. ഇതേപോലെ ആയി കിട്ടണം. എന്നിട്ടാണ് നമ്മളിത് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മുടെ അടുപ്പ് നന്നായി കത്തി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടൊന്ന് പുഴുങ്ങി എടുക്കണം. അത് ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആയിരിക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മൂടി ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചാൽ അവിടെ കയറും നന്നായി വേവട്ടെ. അവിടെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് സബോളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. സൺഫ്ലവർ ഓയിൽ ഉണ്ട്, അത് ഒഴിക്കുന്നു. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അരിഞ്ഞു വെച്ച സവോള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ സവോള ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിടുന്നു.
പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണിത്. അത് ഇതിലിട്ട് കൊടുക്കുന്നത്. അത് മസാല കായ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ പൊടികളൊക്കെ ഇടാണ്. ഇത് മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ ചക്ക വേവിച്ച് വെച്ചതാണിത്. ഇത് നമുക്ക് മസാല ഒന്ന് സെറ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടാനുള്ള ഇത് നോക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേണ്ട അരി ഒരു 2-3 വട്ടം കഴുകിയെടുക്കണം. ഇതിൽ പശയൊക്കെ ഉണ്ടാവും നല്ലോണം. അപ്പോൾ അത് നന്നായി കഴുകി 2-3 വട്ടം കഴുകുന്നുണ്ട്. 3 വട്ടം കഴുകി കഴിഞ്ഞാലാണ് അതിൻ്റെ പശ ഇതൊക്കെ പോകുള്ളൂ. അപ്പോഴാണ് ചോറ് നമുക്ക് അധികം പൊട്ടാണ്ടൊക്കെ കിട്ടുള്ളൂ. പശ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറൊക്കെ പൊട്ടിയതാണ്. നമ്മളൊരു 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി. ഇപ്പോൾ പശയൊക്കെ പോയിട്ടുണ്ട്, നന്നായി പശയൊക്കെ പോയിട്ടുണ്ട്. ചോറൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഗ്രാമ്പൂ ഉണ്ട്, പട്ട, കുറച്ച് ഏലക്കായ, ഒരു ചെറുനാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് പുതിനയുടെ ഇലയാണ്, ഇത് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ലേശം ചേർക്കേണ്ടതുള്ളൂ. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി കൊട്ടാം. ഉള്ള അരി കൊട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലേശം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് അടച്ച് ഇത് നന്നായിട്ട് വേഗത്തെ. നമ്മുടെ ചോറ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കിയിട്ടൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് വേണ്ടി കൊട്ടിയേക്കാം. ഇതിലൊന്ന് കൊട്ടിയിട്ടാണ് ദം ചെയ്യുന്നത് നമ്മൾ. നമുക്ക് ഇതിൻ്റെ പുതിനയില മല്ലിയില കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. മൂടി ഒന്ന് അടച്ച് ക്ലിയറായി വെക്കുക. ദം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തീക്കണൽ കോരി വെക്കണം. നമ്മുടെ ചോറ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്ക ബിരിയാണി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട്. നോക്കിയൊക്കെ
അപ്പോൾ നമ്മുടെ ചക്ക ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല പാസ ഇരുണ്ട് സംഭവം സൂപ്പറായിട്ട്. ആശയം എങ്ങനെയുണ്ട്? ചക്ക ബിരിയാണിയാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളി സംഭവമാണ്. നമ്മുടെ ചാനലായ മല്ലു ഫുഡ് കിച്ചൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ നമ്മൾ ഇതേപോലത്തെ നല്ല വെറൈറ്റി ഫുഡായിട്ട് ഇനിയും വരും.